ഹായ് ഫ്രണ്ട്സ്, എസ് മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കാം. ഇന്ന് ഡേറ്റ് 18/5/2024. പരീക്ഷാ ഫലങ്ങളാണ് ആദ്യം തന്നെ. 2023 ഒക്ടോബറിൽ നടത്തിയ 4ാം സെമസ്റ്റർ MSW ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെഗുലർ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. SLCM പോർട്ടൽ മുഖേന നിങ്ങൾക്ക് സൂക്ഷ്മ പരിശോധന, അതായത് സ്ക്രൂട്ടനിക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മെയ് 27 വരെ. അതുപോലെ ഒക്ടോബറിൽ നടത്തിയ 4ാം സെമസ്റ്റർ MA ഇക്കണോമിക്സ്, ബിഹേവിയർ ഇക്കണോമിക്സ് ആൻഡ് ഡേറ്റ സയൻസ് റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടനിക്ക് SLCM പോർട്ടൽ മുഖേന നിങ്ങൾക്ക് 2024 മെയ് 26 വരെ അപ്ലൈ ചെയ്യാം. 4ാം സെമസ്റ്റർ MSc ബോട്ടണി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എത്നോബോട്ടണി ആൻഡ് എത്നോ ഫാർമക്കോളജി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടനിക്ക് SLCM പോർട്ടൽ മുഖേന മെയ് 26 വരെ അപ്ലൈ ചെയ്യാം. ഇനി പരീക്ഷാ വിജ്ഞാപനമാണ്. 1ാം സെമസ്റ്റർ MSW മെയ്ഡ്സ് ചാൻസ് 2001-2019 അഡ്മിഷൻ പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഫൈനില്ലാണ്ട് മെയ് 27 വരെയും 150 രൂപ ഫൈനോട് കൂടി മെയ് 30 വരെയും 400 രൂപ ഫൈനോട് കൂടി ജൂൺ 1 വരെയും ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് 2024 മെയിൽ നടത്തുന്ന 7ാം സെമസ്റ്റർ BTech 2020 സ്കീം റെഗുലർ പരീക്ഷാ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. മെയ് 24 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മെയ് 24 മുതലാണ് നിങ്ങളുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി 2024 ഏപ്രിൽ നടത്തിയ 6ാം സെമസ്റ്റർ BA ഇക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, BA ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലിറ്ററേച്ചർ, ന്യൂ ജനറേഷൻ ഡബിൾ മെയിൻ പരീക്ഷകളുടെ പ്രൊജക്ട് വൈവ വോസി പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ഇനി സ്ക്രൂട്ടനിയാണ്. 5ാം സെമസ്റ്റർ CBCSS BCom പരീക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷ സംബന്ധിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും പ്രസിദ്ധ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുമായിട്ട് മെയ് 20 മുതൽ 24 വരെയുള്ള പ്രവർത്തനങ്ങളിൽ റീവാലുവേഷൻ EJ 7 സെക്ഷനിൽ ഹാജരാകേണ്ടതാണ്. ഇനി പ്രവേശന പരീക്ഷാ തീയതി നീട്ടേണ്ട ഡീറ്റെയിൽസ് ആണ്. 7 അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള MSW DM MA HRM കോഴ്സുകളിലേക്ക് അഡ്മിഷന് വേണ്ടി നടത്തുന്ന പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള തീയതി മെയ് 21 വരെ നീട്ടിയിട്ടുണ്ട്. www.admission.keralauniversity.ac.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ കൂടുതൽ ഇൻഫോർമേഷൻ അറിഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിക്കാം. സോ ഇത്രയുമാണ് നിലവിലെ അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞത്. ദെൻ എക്സാം റിസൾട്ടുകൾ ബേസ് ചെയ്ത അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ആൾസോ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക്